ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. ഇതും ഒരു ഇഫ്താർ റെസിപ്പി വ്ളോഗാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മുറ്റത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കലാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂട് സമയമാണല്ലോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ദാഹിക്കുന്ന പക്ഷികളും അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് കുറച്ച് വെള്ളാടെ വെച്ച് കൊടുക്കലാണ്. കഴിയുന്നത് നിങ്ങളും എല്ലാവരും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇന്ന് രണ്ട് സ്പെഷ്യൽ റെസിപ്പീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്പെഷ്യൽ റെസിപ്പി മീൻസ് ഇത് എന്തായാലും നിങ്ങളിലൊരു 95% ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സംഭവം സിമ്പിളാണ്. ഞാൻ ഇതിൻ്റെ ഫില്ലിങ് മാറ്റിയിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ അന്ന് എനിക്ക് ഇതിന് പേരറിയില്ല എന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടെല്ലാം പേരിടിക്കെല്ലാം ചെയ്തിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിനെ ഫില്ലിങ് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ബീഫ് ലക്കോട്ടപ്പം എന്ന് അറിയൂ, പിന്നെ ബീഫ് ബോക്സ് എന്ന് അറിയൂ, പിന്നെ മുത്തബക്ക് അറിയൂ, എല്ലാം പറയുന്നുണ്ട്. എന്നാലും ഞാൻ ബീഫ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ഇറച്ചിപ്പത്തിൽ പോലെ കുഴക്കും പരത്തൊന്നും ചെയ്യണ്ടല്ലോ, സിമ്പിളായിട്ട് വേഗം കഴിയുമല്ലോ. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അധികം ഓയിലി ആയിട്ടുള്ള സാധനമല്ല, തിന്നാനും നല്ല രസം ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇതിന് ഞാൻ ഇത്ര കണക്കൊന്നുമില്ല, എൻ്റെ ഒരു കൈ കണക്കാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങളെ എരിവിന് അനുസരിച്ചിട്ട് എന്തായിക്കോ കൂട്ടി കുറച്ച് കേട്ടോ. ഞാൻ ഇത്ര ടീസ്പൂൺ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല ഞാൻ പൗഡർ ഇടൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫില്ലിങ് ഞാൻ എഗ്ഗിൻ്റെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടേനു. ആ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ, ലിങ്ക് ഒന്ന് കണ്ട് നോക്ക്. എന്നിട്ട് കമൻറ്റ് ചെയ്യണം ബീഫാണോ നല്ലത് അല്ലെങ്കിൽ എഗ്ഗിൻ്റെതാണോ നല്ലതെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. പിന്നെ വേറെ ഒരു റെസിപ്പിയും കൂടി ഉണ്ട്, അത് അന്നേരം പറയട്ടെ. ഇപ്പോൾ ഫുൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ തീരെ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് പിന്നെയും പറയാതെ മറന്നു പോകാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അടിച്ച് വെക്കട്ടെ. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കെല്ലാം ഫുള്ള് ഷെയർ ആക്കി കൊടുത്തേക്ക്. പിന്നെ അങ്ങനെ ഉള്ളിയും ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം ഷ്രെഡ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ഇത് മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് വേപ്പിച്ച് വെച്ചതേനു. അപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടല്ല ആക്കിയത്, ഒന്ന് മിക്സിയിലിട്ടടിക്കുക. മിക്സിയിലൊന്ന് നമ്മൾ കറക്കൂലേ, അങ്ങനെ ചെയ്തിട്ടാണ് നല്ലപോലെ ഷ്രെഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബീഫ് ബോക്സിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇഫ്താർ അല്ലെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടല്ല. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഈ ഒരു മിക്സിയിൽ ഈ ഒരു സ്പൂണ്, അതായത് ഞാൻ ഈ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദോശ വേണോ ആ ഒരളവിൽ നമ്മൾ മൈദ ദോശ ചുടൂല്ലേ, അപ്പോൾ അതേ സംഭവം തന്നെയാണ്. അപ്പോൾ മിക്സിയിലാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സിയിലാകുമ്പോൾ കട്ട കിട്ടൂലല്ലോ, കൈ കൊണ്ടെല്ലാം വെളുക്കുന്ന ടൈമിന് കട്ട കിട്ടും. എന്നിട്ട് മിക്സിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. വെള്ളം കൂടിയും പോറ് തീരെ കുറഞ്ഞും പോറ്, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൈദ ദോശ ഞാൻ ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല നേർങ്ങനായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ തിരിയും, തീരെ കട്ടിയില്ലാണ്ടും അല്ല നല്ല കട്ടിയിലും അല്ല, ഒത്ത ഒരു കണക്കിന് നല്ല പോലെ കിട്ടുന്നുണ്ട് കേട്ടോ.
പിന്നെ വേറെന്താ ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടേനു, റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ. ഞാൻ റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും പകൽ കാണിക്കാൻ മാത്രമൊന്നുമില്ല. എന്തെങ്കിലും റെസിപ്പി വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യുന്നത് വളരെ റിസ്ക് എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ അതെല്ലാം കൂടി എനിക്കാവില്ല. ഇൻഷാ അല്ലാ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അങ്ങനെ ഓരോരോ ദോശയിൽ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇതൊന്ന് ഈ ഫില്ലിങ് ഇതിലൊന്ന് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ബീഫ് ബോക്സ് പറയാൻ കാരണം ഇതിൽ ഞാൻ ഫില്ലിങ് വെച്ചതിന് ശേഷം 4 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കും. അപ്പോൾ ലാസ്റ്റ് അത് കാണുമ്പോൾ എന്താണ് ഒരു പെട്ടി പോലെ ഉണ്ടാവും, ഒരു ലക്കോട്ടെല്ലാം പോലെ. ലക്കോട്ടപ്പൊന്നും പേര് പറയാൻ തോന്നിന്, ലക്കോട്ടപ്പ് എന്തെല്ലാം അല്ലേ പേര് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും ഒരു നല്ല എന്താ പറയുക ഉറപ്പുള്ള പേരുണ്ടെങ്കിൽ അത് കമൻ്റ് ആക്കി കേട്ടാൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ 4 ഭാഗത്തുനിന്ന് മടക്കി ഇതൊരു ബോക്സ് പോലെ ആക്കി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ബീഫ് ബോക്സ് എന്ന് ഞാൻ പറയാൻ കാരണം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറഞ്ഞിട്ടാ. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത ടൈമിന് എൻ്റെ മോൻ എന്നെ തന്നെ നോക്കാം, ഈ ഉമ്മ എന്തെന്ന് പറയുന്നതെന്നാറ്റാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തിരിയാനായിക്കില്ലേ, അന്നേരമല്ലേ എനിക്ക് തിരിയാൻ കുറച്ചുകൂടി വലുതായാലേ. അപ്പോൾ പറയും പ്രൗഡ് ഓഫ് യു മമ്മി എന്നോ പറയും. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് എടുക്കലാന്ന്. പിന്നെ ഇവിടെ എൻ്റെ മോളുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനെന്നല്ല, അവൾക്ക് ഞാൻ എന്ത് ചെയ്യുന്ന ടൈമിനും ഒന്നെങ്കിൽ എന്നെ വന്ന് പെരാന്താക്കണം, അല്ലെങ്കിൽ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യണം. അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ, എല്ലാത്ത നേരം അത് പെരാന്താക്കുക. അപ്പോൾ ഞാനും ഓളമൊക്കെ കൂട്ടും. എന്തിനാന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനത്തേനെല്ലാം ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലാണല്ലോ വലുതായാലെല്ലാം നമുക്കെല്ലാം ചെയ്തു തരാനൊക്കെ ഒരു മനസ്സുണ്ടാവും. അപ്പോൾ അതിനെല്ലാം എനിക്കിഷ്ടമാണ് ഓളയൊക്കെ കൂട്ടാൻ. ഓൾക്കും അതുപോലെ നല്ല താല്പര്യമാണ് എൻ്റെ ഒക്കെ വന്നിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട്. ചിലപ്പം നമ്മൾ തമ്മിൽ ഭയങ്കര ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉണ്ടാവും, ചിലപ്പം ഭയങ്കര ഇഷ്ടത്തിലുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നല്ല ഐക്യത്തിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ ബീഫ് ബോക്സ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കണം, ഇതൊന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും, ഇത് 4 സാധനങ്ങളാണ് ആഡ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ ഇങ്ങനെ ബോക്സ് ഒന്ന് ഇതാക്കണം, ഡിപ്പ് ചെയ്തിട്ട് ഇത്രയും കുറച്ച് ഇതിൽ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാണിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓയിലി അധികം ഇല്ലാത്ത, അതായത് പൊരിച്ചതൊന്നും നമുക്ക് നോമ്പുറന്ന ടൈമിന് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ലല്ലോ, തിന്നാൽ തന്നെ എന്തെല്ലോ ആകുന്നൊരു രീതിക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും തിന്നാൽ വലിയ വരുത്തുണ്ടാവില്ല. എന്നാലും മൈദേൻ്റെതാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഇത് കഴിക്കാൻ നല്ല രസമുണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നെൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇനി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ആക്കിക്കളാം, കമൻറ്റ് വായിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ മറന്നു പോരെ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ആദ്യം കാണുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ കമൻറ്റൊന്നും അവരൊന്നും കാണുന്നില്ല, അപ്പോൾ അങ്ങനത്തെ ഒന്ന് ഷെയർ ആയി കൊടുത്തേക്ക് കേട്ടോ. പിന്നെ ഇനി ഇതിൽ രണ്ടാമത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മളെ പൊരിക്കൽ എന്തായാലും ചീര ഉണ്ടാകും, ചീരനെ കൊണ്ട് ഒരു വട ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി വട ഉണ്ടാക്കുന്നില്ലേ, അതിന് പകരം ഉള്ളി അധികം എടുക്കുന്നതിന് പകരം ചീര മെയിനാക്കിയിട്ട് വട ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ ഇത് നല്ല ഹെൽത്തിയാണ്. എന്താ പറയുക, ഈ ഷുഗർ പേഷ്യൻസിനെല്ലാം നല്ല ഹെൽത്തിയാണ്. പക്ഷേങ്കിൽ ഷുഗർ പേഷ്യൻസിന് ഓയിലി തിന്നാമോന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് എന്നാൽ ഷുഗർ പേഷ്യൻസ് തിന്നണ്ട, സോറി, ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതും ഞാനീ പറഞ്ഞ പോലെ സോറി, അതിന് മുന്നേ ഇങ്ങനെ ചീര കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മ് വേണ്ട കേട്ടോ, തണ്ട് വേണ്ട, നമുക്ക് ലീഫ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ലീഫ് ചെറുതായി മുറിച്ചെടുത്തിട്ട് ചെറുങ്ങനെ എന്തെല്ലാം പറയുന്നു അടിച്ചോനെ, അരിഞ്ഞെടുത്തിട്ട് അതിൽ കടലപ്പൊടിയും മഞ്ഞൾ ഉപ്പ് പിന്നെ മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കലാന്ന്. നമ്മൾ നോർമലി ചെയ്യുന്നില്ലേ ഉള്ളിവടയിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ ആക്കിയെടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്, ഫസ്റ്റ് ടൈം ആണ് ഷെയർ ചെയ്യുന്നതും ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ സക്സസ് ആവോ അല്ലെങ്കിൽ ഫൗളാവോ ഒന്നും അറിയില്ല. എന്തായാലും സക്സസ് ആയാലും ഫൗളായാലും എന്തായാലും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സക്സസ് ആയിട്ട് ഉണ്ടേനു. അങ്ങനെ ഇത് ഞാൻ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. അപ്പോൾ വേറെന്താ പറയാൻ വിചാരിച്ചൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്കും കൂടി ചെയ്തു വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ല, അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ ചീരവട ഇവിടെ നല്ല അടിപൊളിയായി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് നോക്കുക. സാധാരണ ഒന്നുമില്ല, ടേസ്റ്റെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീരയെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മൾ എന്താ പറയുക, സാധാ ഉള്ളിവടയെല്ലാം പോലെ തന്നെ ഇത് ചീരേനെ കാണുന്നുണ്ടെന്ന് മാത്രം.
അങ്ങനെ ഞാനിവിടെ എല്ലാം പൊരിച്ചെടുക്കലാണ്. അപ്പോൾ ഇന്ന് ഈ ചീരവടയും പിന്നെ നമ്മളെ ബീഫ് ബോക്സുമാണ് നമ്മളെ നോമ്പോർക്കുള്ള സ്നാക്ക്. പിന്നെ ജ്യൂസായിട്ട് മറ്റേ സിട്രസ് ഇല്ലേ, നാരങ്ങ, ഓറഞ്ച്, അതന്നെ അതുണ്ടേനു. പിന്നെ ഫ്രൂട്ട് ആപ്പിളോ അങ്ങനെ എന്തോ ഉണ്ടേനു കേട്ടോ. പിന്നെ അതൊന്നും ആ ടൈമിന് ഈ സമയം എന്ന് വെച്ചാൽ എൻ്റെ മോൻ ഉറങ്ങുന്ന സമയത്താണ് എടുത്തത്. അപ്പോൾ ആ ടൈം ആകുമ്പോൾ കൊനിങ്ങണിക്കും, പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആപ്പിളെല്ലാം കട്ട് ചെയ്ത് വെച്ചൊന്നും എടുക്കാൻ പറ്റും. ഇത് തന്നെ ഞാൻ ഓനെ തട്ടിയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ യസ്മീസ് വേൾഡ്.